ചേന്നമംഗലത്ത് ഒരു വീട്ടിലെ 3 പേരെ ഇരുമ്പുവടി കൊണ്ട് തലയ്ക്കടിച്ചു കൊന്ന കേസിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതി ഋതുവും കൊല്ലപ്പെട്ട വേണുവിന്റെ കുടുംബവും തമ്മിൽ കൊലപാതകത്തിന് തൊട്ടുമുമ്പ് വീട്ടിൽ വളർത്തിയിരുന്ന നായയെ ചൊല്ലി തർക്കം നടന്നിരുന്നു. വേണുവിന്റെ വീട്ടിലെ നായ തന്റെ വീട്ടിലേക്ക് വരുന്നുവെന്ന് പറഞ്ഞാണ് ഋതു ഇവരുടെ വീട്ടിലെത്തിയത്. തുടർന്ന് ഋതു ഇവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഋതുവിന്റെ കയ്യിൽ ഈ സമയം ഇരുമ്പുവടിയുണ്ടായിരുന്നു. ഇതിനിടെ ഋതു ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യം പകർത്തിയിരുന്ന വേണുവിന്റെ മകൾ വിനീഷയുടെ ഫോൺ ഇയാൾ ബലപ്രയോഗത്തിലൂടെ കൈക്കലാക്കി. ഇതിന് പിന്നാലെയായിരുന്നു കൊലപാതകം. കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പ് വടി കൊണ്ട് വേണു ഭാര്യ ഉഷ, മരുമകൻ ജിതിൻ, മകൾ വിനീഷ് എന്നിവരെ ഋതു തലയ്ക്കടിക്കുകയായിരുന്നു. ജിതിൻ ഒഴികെ 3 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. വീട്ടിലുണ്ടായിരുന്ന ജിതിന്റെ കുട്ടികളെ ഇയാൾ ഉപദ്രവിച്ചില്ല. കൊലപാതകം നടന്ന ശേഷം ജിതിന്റെ സ്കൂട്ടറിലാണ് ഋതു സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. എന്നാൽ ആ വഴി വന്ന വടക്കേക്കര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥിരം കുറ്റവാളിയായ ഋതുവിനെ കാണുകയും പന്തികേട് സംശയിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ കൊലപാതക വിവരം പുറത്തു വരികയും ചെയ്തു. ഋതുവിനെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ വടക്കേക്കര പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യലിനായി എത്തിച്ചു. കൊല്ലപ്പെട്ട വേണു, ഉഷ, വിനീഷ എന്നിവരുടെ മൃതദേഹം പറവൂർ താലൂക്ക് ആശുപത്രിയിലാണ്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജിതിനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. പ്രതി ഋതു മയക്കുമരുന്ന് ലഹരിയിലാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഇയാളെ ഉടൻ തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. എന്തായാലും ഇയാളുടെ പേരിലായി തൃശൂരിലും എറണാകുളത്തും 3 കേസുകൾ ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. പ്രതി ജോലി ചെയ്തിരുന്നത് ബംഗളൂരിലാണ്. നാട്ടിലെത്തിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. പ്രതി 2 വട്ടം റിമാൻഡിലായിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു.